തിരുവനന്തപുരം നേമത്ത് പ്രസവത്തിനിടെ വീട്ടിൽ ചികിത്സ കിട്ടാതെ യുവതിയും കുഞ്ഞും മരിച്ചതിൽ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പൂന്തുറ സ്വദേശി നയാസിനെയാണ് നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ പ്രസവിക്കാൻ ഭാര്യ ഷമീറയെ നയാസ് നിർബന്ധിച്ചെന്ന് പോലീസ് അറിയിച്ചു. നിരവധി തവണ വിദഗ്ധ ചികിത്സ നൽകാൻ നിർദ്ദേശിച്ചിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നയാസ് സമ്മതിച്ചില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. നേമം കാരക്കാമണ്ഡപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഷമീറയും നവജാത ശിശുവുമാണ് കഴിഞ്ഞ ദിവസം ചികിത്സ ലഭിക്കാതെ മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവത്തിന് പ്രേരിപ്പിച്ചതിന് ഭർത്താവ് നയാസിനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഷമീറയ്ക്ക് പ്രസവവേദനയുണ്ടായത്. തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായി. ഷമീറ ബോധരഹിതയാവുകയും ചെയ്തു. ശേഷം ഭർത്താവ് ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരുന്നതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കെ 20 തവണയിലധികം വീട്ടിലെത്തി ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ആശാപ്രവർത്തകർ ഇവിടെ പലതവണ ഒരു 20 ടൈംസ് എങ്കിലും ആശാപ്രവർത്തകർ വന്നിട്ടുണ്ട്. നമ്മുടെ ടീം, ഞങ്ങളുടെ LHI JPH അവർ വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ആരും വരരുത് എന്ന് അവസാനം അവർ പലപ്പോഴും ആശാവർക്കോട് പറയുന്നുണ്ടായിരുന്നു. പാലക്കാട് സ്വദേശിനിയായ ഷമീറയുടെയും പൂന്തറ സ്വദേശിയായ നയാസിന്റെയും രണ്ടാം വിവാഹമാണിത്. ഷമീറയ്ക്കും നയാസിനും 2 കുഞ്ഞുങ്ങളുണ്ട്. മുൻ ഭാര്യ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നതായും മരണത്തിൽ ദുരൂഹത ഉള്ളതായും നാട്ടുകാർ ആരോപിച്ചു. അവർ വന്ന് പറഞ്ഞു, പോലീസ് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസ് പോയി. ഈ മരിക്കുന്നതിന് 2 ദിവസം അവർ ആദ്യത്തെ ഭാര്യയും മോൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇവിടുന്ന് ആശുപത്രി കൊണ്ടുപോകാൻ സമയത്തും ആദ്യത്തെ ഭാര്യയും മോൾ ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ പരിശോധനയ്ക്കായി പോലീസ് വീട് സീൽ ചെയ്തിട്ടുണ്ട്. അക്യുപഞ്ചർ ചികിത്സയ്ക്ക് യുവതി വിധേയമായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നയാസിനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം.